നമസ്കാരം. സോംജീസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചയും നല്ല രീതിയിൽ ഉയർന്നു തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നു. വെള്ളിയാഴ്ച 25,600 മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി. അത് പുതിയ ഹൈയിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കില്ല എന്ന് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന 2 ന്യൂസുകളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് ആരംഭിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, JSW സ്റ്റീൽ ഡ്യൂലക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. അത് അക്സോ നോബൽ എന്ന കമ്പനിയുടേതാണ്. അതിൽ നിന്ന് അത് JSW സ്റ്റീൽ വാങ്ങാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഒരു ന്യൂസ്. 9,000 കോടിയോളം രൂപയുടെ ഒരു ഡീല് അങ്ങനെ ഉറപ്പിക്കുകയാണ്. അത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചലനം JSW പെയിൻറ്റ്സ് ഒക്കെ കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, ടൊറന്റ് ഫാർമയുടെ ഒരു ബൈ ആണ്. ടൊറന്റ് ഫാർമ KKR നിക്ഷേപ സ്ഥാപനമായിട്ട് ഏറ്റവും വലിയ നിക്ഷേപ സ്ഥാപനങ്ങളിലൊന്നാണ് KKR. KKRൻ്റെ കയ്യിലുള്ള JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ 48% ഓഹരികൾ വാങ്ങാൻ തീരുമാനിക്കുന്നു. അവരുമായിട്ട് ചർച്ച പുരോഗമിക്കുന്നു. ഉടനെ തന്നെ അത് ഡീൽ ഉറപ്പിക്കുമെന്നാണ് ന്യൂസ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 48% വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 26%-ന് ഓപ്പൺ ഓഫർ വരും എന്ന് പ്രതീക്ഷിക്കാം. JB കെമിക്കൽസിൻ്റെ ഷെയറുകളിൽ തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കാനാണ് സാധ്യത. അപ്പോൾ ആ 2 കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽ വയ്ക്കുക. JB കെമിക്കൽസ്. അപ്പോൾ അടുത്തതായി നമുക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു 10 സ്റ്റോക്കുകളുടെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാമെന്ന്. 10 സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഈ സാഹചര്യത്തിലും നിക്ഷേപിക്കാൻ സാധ്യതയുള്ള നിക്ഷേപ സാധ്യതകൾ കാണുന്ന ഒരു 10 സ്റ്റോക്കുകളാണ് ഞാൻ നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊരു 5 എണ്ണം ഈ വീഡിയോയിൽ നിർദ്ദേശിക്കുന്നു. മറ്റൊരു 5 എണ്ണം അടുത്തൊരു വീഡിയോയിൽ പറയാമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത് വളരെ ലെങ്തായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു മറ്റേ വീഡിയോയുടെ ടൈം. അതുകൊണ്ട് നമുക്കൊരു അല്പം കൂടി ക്ഷമിച്ച് അടുത്ത വീഡിയോയിൽ ഒരു 5 ഷെയറുകളും ഇപ്പോഴൊരു 5 ഷെയറുകളുമായിട്ട് നമ്മൾക്കത് പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് തുടങ്ങാം. ആദ്യത്തെ ഷെയർ എന്ന് പറഞ്ഞാൽ ഞാൻ നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ അദാനി പോർട്ട്സ് ആൻഡ് സെസ് ആണ്. അദാനി പോർട്ടിൻ്റെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. വിവാദങ്ങളിൽ പെട്ടുമ്പോൾ അദാനിയുടെ വിവാദങ്ങളിൽ പെട്ടൊക്കെ ഇതിന് ഇടിവ് സംഭവിക്കുകയോ ഒക്കെ ചെയ്തിരുന്ന ഷെയറുകളാണ്. നേരത്തെ നിക്ഷേപിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ വില ഏതാണ്ട് 480 രൂപയിലേക്കൊക്കെ അതിൻ്റെ ഇതുണ്ടായപ്പോൾ വരികയുണ്ടായി. പക്ഷെ അന്നേരമൊന്നും ആളുകൾ അതിനെ നിക്ഷേപിക്കാൻ തിരഞ്ഞെടുത്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. GQGക്കാരൊക്കെ നിക്ഷേപിക്കുമെന്ന് കരുതിയിട്ട് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് നിക്ഷേപിക്കാൻ അപ്പോൾ തോന്നാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അതിലങ്ങനെയൊന്നും നിക്ഷേപിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പോഴത് 1440 രൂപയിലാണ് കിടക്കുന്നത്. വളരെയേറെ ഉയർന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. 484-ൽ നിന്ന് 1440 എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്തിട്ടുള്ള റിട്ടേൺ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ഒരു ഷെയറാണ്. ഇപ്പോൾ അത് നിക്ഷേപിക്കാൻ ഞാൻ നിർദ്ദേശിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റേതായ രീതിയിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അത് തന്നെയല്ല, വിഴിഞ്ഞത്തിൻ്റെ ഒന്നും പ്രവർത്തനങ്ങളുടെ ഇത് റിപ്പോർട്ടിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. ക്വാർട്ടർലി റിപ്പോർട്ടൊക്കെ വരുമ്പോൾ അതിനുള്ള ഒരു പ്രാധാന്യമുണ്ട്. വിഴിഞ്ഞമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു വളർച്ചയുടെ സമയത്തേക്കാവുമ്പോഴേക്കും തീർച്ചയായിട്ടും അദാനി പവറിൽ അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ലോങ് ടേമിലേക്കുള്ള നിക്ഷേപത്തിന് പറ്റിയ ഷെയർ തന്നെയാണ് അദാനി പോർട്ട്സ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദാനിയുടെ സംഗതികളെല്ലാം ഇപ്പോൾ പല വ്യവസായങ്ങളിലുണ്ട്. ഒരുപാട് വ്യവസായങ്ങൾ, എല്ലാത്തരം വ്യവസായങ്ങളിലും ഇടപെടുന്ന ഒരു ഗ്രൂപ്പാണ് അദാനി. അപ്പോൾ അദാനിയുടെ ബാക്കിയുള്ള വ്യവസായങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പോലും പരിഗണിക്കാതെ നിൽക്കാൻ കരുത്തുള്ള ഒരു കമ്പനിയാണ് അദാനി പോർട്ട്സ്. കാരണം അതിൻ്റെ പ്രവർത്തനങ്ങൾ അത്രമാത്രം വിപുലമായിക്കൊണ്ടിരിക്കുന്നു, അത്രമാത്രം ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നു അവർ.
ആ നിക്ഷേപങ്ങൾക്കൊക്കെ റിട്ടേൺ കിട്ടണമെന്ന സമയമാകുമ്പോഴേക്കും ആ ഷെയർ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതികളൊക്കെ ഒരു 2-3 വർഷത്തിനിടയിലൊക്കെ ഡബിളാവും, അല്ലെങ്കിൽ 2030 ആകുമ്പോഴത്തേക്കും ഒക്കെ ഡബിളാവും എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. ഈ നിലയിൽ പോകുമ്പോൾ ഈ പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്ന അദാനിക്ക് തന്നെയായിരിക്കും അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഗുണഭോക്താവായി മാറുന്ന കമ്പനി അതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനെ ശ്രദ്ധിക്കുക. അതിൻ്റെ വാല്യൂഷൻസ് ഒക്കെ പറഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 3,11,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് അതിന്. അതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 900, ഹൈ ആൻഡ് ലോ എന്ന് പറയുന്നത് 1605, 995 52 വീക്ക് ഹൈയും ലോയും ആണ് കേട്ടോ. ROCE 13.8%, ROE 18.7%. അതിൻ്റെ ബുക്ക് വാല്യൂ തന്നെ 288. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതിനകത്ത് എടുത്തു പറയാവുന്നതെന്ന് പറഞ്ഞാൽ അതിന് അത്ര ഷെയർ ഈ ഡിവിഡൻഡൊന്നും അത്ര നൽകിയിട്ടുള്ള കമ്പനി നല്ല രീതിയിൽ ആയിട്ടില്ല. പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആ രീതിയിലായി വരുന്നുള്ളൂ എന്നുള്ള ഒരു ഇതിൽ നമ്മൾക്ക് നിൽക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 65.89% പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുണ്ട്. FIs 13.43%, DIs 14.73% ഉള്ളത്. അത് DIs ഒക്കെ ഈ അടുത്തതിൽ അല്പം കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. പബ്ലിക്കിൻ്റെ കയ്യിലുള്ളത് 5.94% മാത്രമേ പബ്ലിക്കിൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കൃത്യമായി ചലിച്ചുകൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഈ ഷെയറൊന്നും. കാരണം ഇതിൻ്റെയൊക്കെ നിയന്ത്രണങ്ങൾ പലതും അവർ ഈ FIs ഒക്കെ കൂടി ചേർന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ പെർസെൻറ്റേജുകൾ വിറ്റൊഴിയുന്നു. GQG ജെയിനൊക്കെ അതിനകത്ത് ഒരുപാട് നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഇടിവിൻ്റെ സമയത്തൊക്കെ നിക്ഷേപിച്ച് അവരുടെ 2-3 മടങ്ങുകളായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത, അവരുടെ നിക്ഷേപം. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ഒരു ഷെയറാണ്. ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് വേണം നിക്ഷേപിക്കാൻ. അതിൻ്റെ സാധ്യതകൾ നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇതൊന്നും നേരിട്ട് ഞാൻ നിങ്ങൾ ഇപ്പം തന്നെ നിക്ഷേപിക്കണമെന്നുള്ള അഭിപ്രായമൊന്നും അല്ല കേട്ടോ പറയുന്നത്. ഡിപ്പുകളിൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന ഷെയറാണിത്. ദീർഘകാലത്തേക്ക് സൂക്ഷിക്കാവുന്ന ഷെയർ തന്നെയാണ്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള ഒന്ന് ടാറ്റ പവറാണ്. ടാറ്റ പവർ ഈ അടുത്ത കുറേ നാളുകളായി ഒരു 350, 400, 410 ലെവലിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഷെയറാണ്. അതിൻ്റെ കൺസോളിഡേഷൻ ഏകദേശം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇപ്പോൾ 409 നിൽക്കുന്നു. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 1,30,641 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ്. ROCE 10.8%, ROE 11%. അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 112 കിടക്കുന്നത്. ഫേസ് വാല്യൂ 1 രൂപയാണ്. ഹൈ കാണിച്ചിരിക്കുന്നത് 495 52 വീക്ക് ഹൈ. 326 രൂപയാണ് ലോ കാണിച്ചിട്ടുള്ളത്. അത് ഈ അടുത്ത കാലത്തൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ റൂഫ് ടോപ്പ് സോളാറിലൊക്കെ വളരെയേറെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കമ്പനിയായി മാറിയിട്ടുണ്ട് ആ രീതിയിൽ. റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലൊക്കെ. പിന്നെ ഉള്ള നമ്മളുടെ വഴികളിലുള്ള ചാർജിങ് സ്റ്റേഷനുകൾ, അവർ ഒരുപാട് 1,00,000 ചാർജിങ് സ്റ്റേഷനുകൾ അവർ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അവരുടെ നിലവാരം ഉയർത്തുമെന്നുള്ളതിന് സംശയമില്ല. മറ്റ് പല മേഖലകളിലും അവർ പ്രവർത്തിക്കുന്നുണ്ട്. പവർ സംബന്ധമായ എല്ലാ ജനറേഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ അവർ ഇടപെട്ടിട്ടുള്ള മേഖലകളാണ്. എല്ലാ തരത്തിലും പവർ സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു കമ്പനിയാണ് ടാറ്റ പവർ. ടാറ്റ പവറിന് പുതിയ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വളരെ സ്കോപ്പുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. അതിൻ്റെ ഷെയർ ഹോൾഡിങ്ങിൽ 46.86% ഒരു പ്രൊമോട്ടേഴ്സിനുള്ളൂ. FIs 9.38%, DIs 15.87% കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിന് പബ്ലിക്കിൻ്റെ കയ്യിൽ 27.57% ഷെയറുകളുണ്ട്. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1,30,641 കോടി മാർക്കറ്റ് ക്യാപ്പാണ് ഇപ്പോഴുള്ളത്.
ഇതൊക്കെയാണ് ടാറ്റ പവറിൻ്റെ കാര്യങ്ങൾ. 409 രൂപയിൽ ട്രേഡ് ചെയ്യുന്നു. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അടുത്തതായിട്ട് ഫാർമ സെക്ടറിലാണ് പിരമാൾ ഫാർമ. ഈ അടുത്തിടെയൊക്കെ വളരെ താഴോട്ട് പോയൊരു ഷെയറാണ്. 310 രൂപ, 308-10 ലെവലിൽ നിന്ന് അത് ഇപ്പോൾ 203 രൂപയിലേക്ക് വന്നിരിക്കുകയാണ്. അതിന് പല പല ഡ്രോബാക്കുകളുണ്ട്. പക്ഷേ അതിന് ഈ ഡിവിഡൻഡ് നൽകുന്നതിലോ അങ്ങനെയുള്ള ലാഭം ഉണ്ടാക്കുന്നതിലൊക്കെ വളരെ കഴിഞ്ഞ 1-2 ക്വാർട്ടറിലൊന്നും വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാത്തൊരു ഷെയറാണ്. പക്ഷെ അവർ അതിന് കൂടുതൽ ക്യാപിറ്റൽ അതിൽ മുടക്കാൻ തീരുമാനിക്കുന്നു. അമേരിക്കയിലുള്ള ഫാക്ടറികൾ വളരെ വിപുലമാക്കുന്നു, ഉൽപ്പാദനം കൂട്ടുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് അതിൻ്റെ കയറ്റുമതികൾ കൂടുന്നു. അവർ 84% മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനമാണ്, ഫോറിൻ പണമാണ് അതിൻ്റെ വരുമാനത്തിൽ. അപ്പോൾ 84% എന്ന് പറയുമ്പോൾ അത് അമേരിക്കയാണ് ഏറ്റവും കൂടുതലുള്ളത്. അമേരിക്കയിൽ നിന്നാണ്. ജർമ്മനി, ജപ്പാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഇവരുടെ പിരമാൾ ഫാർമ കൂടുതൽ വരുമാനങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഇവിടെ നമ്മളുടെ ഇന്ത്യയിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനുള്ള നടപടികളാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിരമാൾ ഗ്രൂപ്പിൻ്റെ ഈ ഫാർമ സെക്ടറിലെ ഇതിന് വളരെയൊരു സ്കോപ്പ് കാണുന്നുണ്ട്. അതതിൻ്റെ തുടക്ക സ്റ്റേജിൽ നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ തുടക്കത്തിൽ നിന്ന് ഒരുപാട് മുന്നേറിയിട്ടില്ല ഇപ്പോഴെന്നുള്ളത് കൊണ്ട് നമ്മൾക്കൊരവസരമായിരിക്കും അത് ഫ്ലറിഷ് ചെയ്യുമ്പോൾ ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പല ബ്രോക്കറേജ് സ്ഥാപനങ്ങളും അവർ ബൈ പറഞ്ഞിട്ടുണ്ട്. അതൊരു 265, 280 ഒക്കെയാണ് ഷോർട്ട് ടേമിൽ അവരൊക്കെ പറഞ്ഞിരിക്കുന്ന ബൈ. 264 ഒക്കെ പറഞ്ഞിരിക്കുന്ന ഷോർട്ട് ടേമിൽ അതിൻ്റെ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ ടാർഗറ്റുകളൊന്നും പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് ടേം ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ടാർഗറ്റുകൾ നിശ്ചയിക്കുന്നത് അവരവർ തന്നെ നിശ്ചയിക്കണം. അവരവർ തന്നെയാണ് അത് കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ അവരവർ തന്നെ ഇന്ന ലെവലിൽ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായാൽ ഞാൻ മാറും എന്നുള്ള രീതിയിൽ മാർക്കറ്റിനെ കാണണം. എന്നാലേ അതിൽ നിന്ന് നല്ല ലാഭം എടുത്തിട്ട് കൃത്യസമയത്ത് നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കാലത്തേക്കും വേണ്ടി അല്ലല്ലോ നമ്മളൊരു ഷെയർ വാങ്ങുന്നത്. ഇപ്പം നമ്മൾക്കൊരു 5 വർഷം കഴിയുമ്പോഴും റിട്ടേൺ ആയിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയേ റിട്ടേൺ ഉള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിനനുസരിച്ച് റിട്ടേൺ അതിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടാകുമോ? ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഒരു 100%-നും 200%-നും ഒക്കെ റിട്ടേൺ തന്നു കഴിഞ്ഞ ഒരു ഷെയറിന് നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ കഥയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അത് നമ്മളുടെ ലാഭം നമ്മൾ എടുക്കുക, അതിൽ നിന്ന് മാറുക, അല്ലെങ്കിൽ നമ്മളുടെ അതിൽ മുടക്ക് എമൗണ്ട് എടുത്തിട്ട് ലാഭം മാത്രം അതിൽ നിക്ഷേപിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് അതിന് സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് തുടർന്ന് നോക്കുക. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ പിരമാൾ ഫാർമയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 26,961 കോടിയാണുള്ളത്. ROC 6.53, ROE വളരെ താഴെയാണ്, 1.44% ഉള്ളൂ. അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 61.3 ഫേസ് വാല്യൂ 10 രൂപയുണ്ട്. ഡിവിഡൻഡ് പേ ഔട്ട് അത് നന്നായി നൽകിയിട്ടുണ്ട്. 34% ഡിവിഡൻഡ് പേ ഔട്ട് നടത്തുന്ന ഒരു കമ്പനിയാണ്. ഹൈ എന്ന് പറഞ്ഞാൽ 308, 52 വീക്ക് ഹൈ 308, 145. അപ്പോൾ അതിനകത്ത് ഷെയർ ഹോൾഡിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രൊമോട്ടേഴ്സ് 34.94% അവരുടെ കയ്യിലുള്ളൂ. അതൊരു കുറവ് തന്നെയാണ്. എന്നാലും FIS ആണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നതെന്ന് പറയാം. അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കും. 31.49% അവരുടെ കയ്യിലുള്ളത്. DIs 14.78%. പബ്ലിക്കിൻ്റെ കയ്യിൽ 18.42% ഷെയർ നിലനിർത്തിയിട്ടുണ്ട് അവർ. ഇതൊക്കെയാണ് പിരമാൾ ഫാർമയുടെ കഥകൾ. പിരമാൾ ഫാർമ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബെറ്റ് തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ മാർക്കറ്റിലെ ഇടപെടലുകളും പുതിയ ക്യാപെക്സ് അവർ 10,000 കോടിയിൽ ചുറ്റാനാണ് അമേരിക്കയിലെ കമ്പനികളിലേക്ക് മുടക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തൊരു 3-4 വർഷത്തിനിടയിൽ. അപ്പോൾ ആ രീതിയിൽ അതിന് മുന്നേറാൻ സാധിക്കുമെന്നുള്ളതൊക്കെ തോന്നുന്നത് കൊണ്ടാണ് ഞാനിതിനെ
നിർദ്ദേശിക്കുന്നത് നിങ്ങൾ അതിനെ റിസർച്ച് ചെയ്ത് നോക്കുക, സംഗതി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, എന്നിട്ട് തീരുമാനിക്കെടുക്കുക. അടുത്ത ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ REC ആണ്. അതും ഒരു ഇലക്ട്രിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ്, ഫിനാൻസ് ചെയ്യുന്ന കമ്പനിയാണ്. ഇലക്ട്രിക്കൽ മേഖലയിലേക്ക് വേണ്ടിയുള്ള ഫിനാൻസിങ് ആണ് അധികമായിട്ട് അവർ നടത്തുന്നത്. പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന്, ഡിസ്ട്രിബ്യൂഷന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഫിനാൻസ് നൽകുന്നത്. അതിന് 403 രൂപയിൽ നിൽക്കുകയാണ് REC. RECയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 1,06,093 കോടി രൂപയാണ്. അത് ഹൈ കാണിച്ചിട്ടുള്ളത് 654 ലോ കാണിച്ചിട്ടുള്ളത് 357 രൂപയുമാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്ന ഒരു കമ്പനിയാണ്. കാരണം അതിനൊരു നമ്മളുടെ പബ്ലിക് സെക്ടറിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. പബ്ലിക് സെക്ടർ ഗവൺമെന്റിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് കൂടുതൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു കമ്പനിയാണ്. നല്ല റിട്ടേണുകൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫിനാൻസ് മേഖലയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന കമ്പനിയാണ്. ഇപ്പോൾ ഈ പവർ സെക്ടറിൽ അടുത്തിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിശയകരമായ വളർച്ചയുണ്ട് ഇന്ത്യയിൽ. അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരു സംഭവം, ഒരു കമ്പനി കൂടിയാണ്. ഫിനാൻസ് ചെയ്തുകൊണ്ട് മറ്റ് കമ്പനികളുടെ പ്രോജക്റ്റുകൾക്ക് ഫിനാൻസ് ചെയ്തുകൊണ്ട് അവർ വളരെയേറെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റും ഇപ്പോൾ പുതിയ പദ്ധതികൾ കൂടുതൽ അംഗീകരിച്ച് പുതിയ പ്രൊഡക്ഷൻ കൂട്ടുന്നതിനും റിന്യൂവബിൾ എനർജി മേഖലയിലൊക്കെ ഇങ്ങനെ പല പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ ഫിനാൻസ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന നിലയിൽ ഇവർക്ക് അതിനനുസരിച്ച് റിട്ടേണുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. അതിന് ROC എന്ന് പറഞ്ഞാൽ 9.96 ആണ്. ROE 21.5% അതിൻ്റെ ബുക്ക് വാല്യൂ 298 രൂപയുണ്ട്. ഫേസ് വാല്യൂ 10 രൂപയാണ് കേട്ടോ. ഡിവിഡൻഡ് പേ ഔട്ട് നല്ല രീതിയിലുള്ള ഒരു കമ്പനിയാണ്. 29.8% ഡിവിഡൻഡ് പേ ഔട്ട് നടത്തുന്ന ഒരു കമ്പനിയാണ്. തുടർച്ചയായി ഒരു 5 വർഷത്തെ കണക്കെടുത്താൽ 29.8% അവർ ഡിവിഡൻഡ് നൽകിയിട്ടുണ്ട്. അതിന് ഇവിടെ ഷോർട്ട് ടൈമിൽ ടാർഗറ്റ് പറയുന്നത് 700 രൂപയോളമാണ്. 680-700 ലെവലിൽ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പലരും. അപ്പോൾ ഇത്തരം ബ്രോക്കറേജുകളുടെ സ്ഥാപനങ്ങളുടെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതൊന്നും വാങ്ങൽ നടക്കില്ല പലപ്പോഴും. ഇതൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ അതിലൊന്നും എത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് തന്നെയായിരിക്കും ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ കമ്പനിയുടെ RECയുടെ ഷെയർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് 52.63% കൈകാര്യം ചെയ്യുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഷെയറുകളാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടായിരിക്കില്ല. ഇത് അധികം കൊടുക്കുന്നത് പവർ ഫിനാൻസ് കോർപ്പറേഷനാണ് ഇതിന്റെ അധികം ഷെയറുകൾ കൈകാര്യം ചെയ്യുന്നത്. ഈ 52.63% കൂടുതൽ ഷെയറുകളും പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ കയ്യിലാണ്. അപ്പോൾ അവരുടെ സഹകരണത്തോടു കൂടിയാണ് ഇതിൻ്റെ ഫിനാൻസ് മേഖലയിൽ അത് പ്രവർത്തിക്കുന്നതെന്നുള്ളത് നമ്മൾ കണ്ടറിയും. FIs 20.48% ഷെയർ കൈവരിക്കുന്നുണ്ട്. DIs 14.79% കൈവശം വെച്ചിരിക്കുന്നത്. പബ്ലിക്കിൻ്റെ കയ്യിൽ 12.05% ഷെയറുമാണ് ഉള്ളത്. ഈ ഷെയർ ഹോൾഡിംഗ് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. DIs ഇപ്പോൾ കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ അടുത്ത് തന്നെ അതിന് 13.42 നിന്നിരുന്നതാണ് ഇപ്പോൾ 14.79 വന്നിട്ടുണ്ട്. അതിപ്പം കൂട്ടിയിട്ടുണ്ട് DIs. അതൊക്കെയാണ് RECയുടെ വിശേഷങ്ങൾ. REC നിങ്ങൾ നോട്ട് ചെയ്യുക, അതിനെ ഒന്ന് പരിശോധിക്കുക. അതിൻ്റെ പ്രവർത്തനങ്ങൾ അത്രമാത്രം വിപുലമായി വരുന്നുണ്ട്. പക്ഷേ അത് ഈ രീതിയിൽ വലിയ മുന്നേറ്റങ്ങൾ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ഷെയറൊന്നുമല്ല REC. അത് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം വേണം അതിൽ നിക്ഷേപിക്കാൻ. പെട്ടെന്ന് ഇത്ര കിട്ടണമെന്നൊന്നും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. RECയെ സംബന്ധിച്ച് അത് സ്റ്റഡിയായി പെർഫോം ചെയ്തു വരുന്ന ഒരു കമ്പനിയാണ്. അടുത്തത് നമുക്ക് നോക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു ഷെയർ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാം, TCS ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയാണ്, കമ്പ്യൂട്ടർ കമ്പനിയാണ് TCS. അത് ഈ അടുത്തൊക്കെ വളരെ മോശപ്പെട്ട പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ വളരെ നിസ്സാര പ്രോഗ്രസ്സേ ഉണ്ടായുള്ളൂ. റവന്യൂവിൽ 1%,
ഒക്കെയുള്ള പ്രോഗ്രസ് ആണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൻ്റെ ഷെയർ ആണെങ്കിൽ 3441 രൂപയിൽ ഇപ്പം നിൽക്കുന്നു. അതൊരു 3300-നും 4100-നും ഇടയിൽ ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ട് ആളുകൾ കുറേ ആയതാണ്. അപ്പോൾ ഒരു വർഷത്തിന് മുകളിൽ ആ ലെവലിൽ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു ഷെയറാണ്. അതിനെ ശ്രദ്ധിക്കുക. അത് നല്ല കണ്ടീഷനുകൾ വരുമ്പോഴാണ് ഇതിന് വളരെ ഉയർന്ന നിലയിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു 1200 രൂപ ലെവലിലൊക്കെ കിടന്നിരുന്ന സമയത്ത് അത് എത്രയോ കാലം അങ്ങനെ കിടന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. ആ 1200 രൂപയിൽ നിന്നുണ്ടായ ബ്രേക്ക് ഔട്ടിലാണ് ഇത് 4500 ലെവൽ വരെയൊക്കെ എത്തിയതെന്ന് ഓർക്കണം. അതിന് കാലമെടുത്തു. 1200 കുറേ കാലം അങ്ങനെ അത് മാർക്കറ്റിൽ വന്നതിന് ശേഷം കുറേ കാലം ആ ലെവലുകളിൽ തന്നെ അത് നിൽക്കുകയുണ്ടായി. അപ്പോൾ അത് എത്രമാത്രം സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് അങ്ങോട്ട് ഉയർന്നത്. ഇനി അതിപ്പോൾ കുറേ നാളുകളായി 3000-നും 4100-നും ഇടയിൽ ഇങ്ങനെ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിനൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് തീർച്ചയായിട്ടും അതൊരു നല്ല രീതിയിലുള്ള ഉയർച്ച കാണിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മാർക്കറ്റിലെ രണ്ടാമത്തെ കമ്പനിയാണ്, ഇപ്പോൾ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപിറ്റലിൽ അവരാണ് ഇപ്പോൾ മൂന്നാമത് നിൽക്കുന്നത്. HDFC ബാങ്ക് രണ്ടാമത് വന്നു. അപ്പോൾ ഇപ്പോൾ ഈ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12,45,020 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. അതിൻ്റെ ഹൈ കാണിച്ചിരിക്കുന്നത് 52 വീക്ക് ഹൈ 4592-ഉം ലോ എന്ന് പറയുന്നത് 3056-ഉമാണ്. അതിൻ്റെ ബുക്ക് വാല്യൂ 262 രൂപയാണുള്ളത്. ROC 64.6%-ഉം ROE 52.4%-ഉം ഉണ്ട്. അതിൻ്റെ ഡിവിഡൻഡ് പേ ഔട്ടൊക്കെ നല്ല രീതിയിലുള്ള ഒരു കമ്പനിയാണ്. അത് എന്നും ഡിവിഡൻഡ് ഒക്കെ നൽകുന്നതിൽ ഒരു ഇതും വിചാരിച്ചിട്ടില്ല, അവരൊരു കുറവും വരുത്താറില്ല സാധാരണഗതിയിൽ. 83.8% ഡിവിഡൻഡ് പേ ഔട്ട് നടന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതിൻ്റെ നല്ല രീതിയിൽ തന്നെ ഡിവിഡൻഡ് അവർ നൽകുന്നുണ്ട്. ഷെയർ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് 71.77% കൈകാര്യം ചെയ്യുന്നുണ്ട്, അവരുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ബാക്കി FIs 12.04%-ഉം DIs 11.49%-ഉം വെച്ച കയ്യിലുണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിൽ വെറും 4.63% മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഷെയറിൻ്റെ വിൽപ്പനകളും കാര്യങ്ങളും ഒക്കെ നിയന്ത്രിക്കാൻ മറ്റുള്ളവർ DIs-ഉം FIs-ഉം ഒക്കെ തയ്യാറായിരിക്കും. റീറ്റെയിലേഴ്സിന് അത്രമാത്രം സ്വാധീനമുള്ള ഒരു ഇതായിരിക്കില്ല ഈ കമ്പനി. ആ രീതിയിൽ നിങ്ങൾ കാണുക, അതിന് ശേഷം മാത്രം ഇതിൽ നിക്ഷേപിക്കുക. അപ്പോൾ ഈ 5 ഷെയറുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞ. അടുത്ത വീഡിയോയിൽ 5 ഷെയറുകളെ കൂടി നിർദ്ദേശിക്കുന്നതാണ്. നിങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ താല്പര്യമനുസരിച്ച് നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്ന ഷെയറുകൾ ഏതാണെന്ന് കണ്ടെത്തുക. അതിൻ്റെ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. ഇതൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം ക്യാഷ് ഇറക്കുക. കാരണം മാർക്കറ്റ് അതിൻ്റെ ഉന്നതിയിൽ നിൽക്കുകയാണ്, അത് ഉയർന്നു പോവുകയാണ്. ഇപ്പോഴൊരു ഏറ്റവും ടോപ്പിലേക്ക് വരാൻ സാധ്യത വന്നിരിക്കുന്നു. ഈ അടുത്ത് തന്നെ അത് കാണിക്കുകയും ചെയ്യും, ഏറ്റവും ടോപ്പിലെത്തുകയും ചെയ്യും. അതൊന്നും കഴിഞ്ഞുള്ള വളർച്ചയിലാണ് നമ്മളുടെ ശ്രദ്ധ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ ആ രീതിയിൽ കാണുക. നിക്ഷേപത്തിനുള്ള പെട്ടെന്നുള്ള നിക്ഷേപത്തിനുള്ള ഒരു നിർദ്ദേശമൊന്നും അല്ല ഇത്. നിങ്ങളെ ഷെയറുകൾ പരിചയപ്പെടുത്തുന്നു, നിങ്ങളത് ശ്രദ്ധിക്കുന്നു. നിങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മാത്രം പണം മുടക്കുക. കാരണം നിങ്ങളുടേതാണ് പണം, അത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് വളരെയേറെ സഹായകരമായിരിക്കും. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വീണ്ടും കാണാം.